ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈരവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ പുതിയൊരധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ കൃഷ്ണാവതാര ലീലകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ 85-ാം അധ്യായം. 85-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം വസുദേവരും ഭഗവാനും തമ്മിലുള്ള ഒരു സംവാദം. വസുദേവർ താൻ അറിഞ്ഞ കാര്യങ്ങൾ ഭഗവാനോട് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു എന്താ പറയുക, വാലിഡേഷൻ എന്ന് പറയാം. നമ്മൾക്കും നമ്മുടെ ആധ്യാത്മിക പന്ഥാവിൽ പലപ്പോഴും പല അറിവും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് ശരിയായ അറിവ് തന്നെയാണോ എന്ന് വാലിഡേറ്റ് ചെയ്യാൻ നമ്മൾ ഗുരുക്കന്മാരോട് ചെന്ന് ചോദിക്കാറുണ്ട്, സംശയം ചോദിക്കാറുണ്ട്. അതുപോലൊരു സന്ദർഭമാണ്. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഭഗവാൻ അതിന് ഉത്തരം പറയുകയല്ല. താൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ഭഗവാനോട് അവതരിപ്പിക്കുന്നു. ഭഗവാൻ അതിനെ ശരിയാണെന്ന് പറഞ്ഞ് അംഗീകാരം കൊടുക്കുകയാണ്, വാലിഡേറ്റ് ചെയ്യണം ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത്. അതിനുശേഷം പിന്നെ ദേവകീ ദേവി എന്തെല്ലാം വേദാന്തം പറഞ്ഞാലും എനിക്കതൊന്നും ഉറയ്ക്കുന്നില്ല എന്ന മട്ടിൽ ഒരു അമ്മയായിക്കൊണ്ട് തൻ്റെ 6 കുട്ടികൾ മരിച്ചുപോയ വേദന, ആ മുറിവ് ഇപ്പോഴും ഉണങ്ങാതിരിക്കുന്ന ആ ഒരു വിഷമം ഭഗവാനോട് അവതരിപ്പിക്കുകയാണ്. മുമ്പ് ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. സാന്ദീവനി മഹർഷിയുടെ മകനെ, മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും എൻ്റെ മരിച്ചുപോയ 6 കുട്ടികളെയും ഒന്നുകൂടെ കാണണമെന്നുണ്ട്. ഒന്ന് കണ്ടാൽ മതി, എനിക്ക് ആശ്വാസമാവും എന്ന് പറഞ്ഞ് ആ അമ്മ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം ഭഗവാൻ ആ കുട്ടികൾ ഇപ്പോൾ എവിടെയാണുള്ളത്? മഹാബലിയുടെ സുതലത്തിൽ മഹാബലിയോടൊപ്പം കഴിയണം. അപ്പോൾ അവരെ അവിടെ ചെന്ന് മഹാബലി ഭഗവാനെ സ്വീകരിക്കുന്നു. ഭഗവാന്റെ അഭ്യർത്ഥന മാനിച്ച് മഹാബലി തൻ്റെ മക്കളെ 6 പേരെയും ഭഗവാനോടൊപ്പം പറഞ്ഞു വിടുന്നു. പിന്നീട് മഹാബലി തന്നെ പറഞ്ഞിരുന്നു, അങ്ങ് അവരെ കൊണ്ടുപോയി അങ്ങ് ഭുജിച്ച സ്തന്യം, അമ്മയുടെ പാല് അങ്ങ് കുടിച്ചതാണ്. അതിൻ്റെ ബാക്കി ഈ കുട്ടികളും കുടിക്കാനിടയാവും. ആ പ്രസാദം കുടിക്കുന്ന ഈ കുട്ടികൾ ഇനി തിരിച്ച് സംസാരത്തിലേക്ക് വരണ്ട, അവരെ മുക്തരാക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് ഭഗവാൻ അവർക്ക് മുക്തി കൊടുക്കുന്ന ഒരു കഥ കൂടിയാണ്. അപ്പോൾ
നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചാശീതിതമോऽധ്യായഃ. ശ്രീബാദരായണിരുവാച. അഥൈകദാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോऽഭിനന്ദ്യാഃ പ്രീത്യാ സംഘർഷണാച്യുതൗ. മുനീനാം സവചഃ ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യൈർജാതവിസ്രംഭഃ പരിഭാഷ്യാഭ്യഭാഷത. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംകർഷണ സനാതന. அங்கே உட்காருங்கோ. ஜானே வாமஸ்ய யத் சாக்ஷாத் பிரதான புருஷௌ பரௌ யத்ர ஏன யதோ யஸ்ய யஸ்மை யத்யத் யதா யதா ஸ்யாதிதம் பகவான் சாக்ஷாத் பிரதான புருஷேஸ்வரः. ஏதன்னானாவிதம் விஸ்வம் ஆத்மசிருஷ்டம் அதோக்ஷஜ ஆத்மனானுப்ரவிஷ்யாத்மன் பிராணோ ஜீவோ பிபர்ஷ்யஜः. प्राणादीनां विश्वसृजां शक्तयो या परस्यताः पारतन्द्रियाद् वैसादृश्याद् द्वयोश्चेष्टैव चेष्टतां. कान्तिस्तेजः प्रभासत्ता चन्द्राग्न्यर्कऋक्षविद्युतां यत्स्थैर्यं भूभृतां भूमेर्वृत्तिर्गन्धोऽर्थतो भवान्. तर्पणं प्राणनम् अपां देवत्वं ताश्च तद्रसः ओजस्सहोबलं चेष्टा गतिर्वायोस्तवेश्वर. दिशां त्वम् अवकाशोऽसि दिशखं स्फोट आश्रयः. नादो वर्णस्त्वमौङ्गारः आकृतीनां पृथक्कृतिः. इन्द्रियं तु इन्द्रियाणां त्वं देवाश्च तदनुग्रहः. അവബോധോ ഭവാൻ ബുദ്ധേർജീവസ്യാനുസ്മൃതിഃ സദീ. ഭൂതാനാമസി ഭൂതാദിഃ ഇന്ദ്രിയാണാം ച തൈജസഃ. വൈകാരികോ വികൽപ്പാനാം പ്രധാനമനുശായിനാം. നശ്വരേഷു ഹ ഭാവേഷു തദസി ത്വം അനശ്വരം. യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. സത്വം രജസ്തമ ഇതി ഗുണാഃ തദ്വൃത്തയശ്ച യാഃ ത്വയ്യദ്ധാ ബ്രഹ്മണി പരേ കൽപ്പിതാ യോഗമായയാ. തസ്മാന്ന സന്ധ്യമീ ഭാവാ യർഹി ത്വയി വികൽപ്പിതാഃ. ത്വം ജാമീഷു വികാരേഷു ഹ്യന്യദാവ്യാവഹാരികഃ. ഗുണപ്രവാഹയേ തസ്മിൻ അബുധാസ്ത്വഖിലാത്മനഃ. ഗതിം സൂക്ഷ്മാമബോധേന സംസരന്തീഹ കർമ്മഭിഃ. കണ്ണിന് കാഴ്ചത്തിരി കുറയുന്നുണ്ട്. പുതിയ കണ്ണട വാങ്ങിച്ചിട്ടുണ്ട്, ഇട്ടിട്ട് വരാം.
നോക്കട്ടെ, കണ്ണ് ശരിക്കും പിടിക്കാതായി തുടങ്ങി. ഒന്ന് പഴകി വരാനുമുണ്ട്. നാരായണ. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപാമിഹ ദുർലഭാം സ്വാർത്ഥേ പ്രമത്തസ്യ വയോഗദം ത്വന്മായയേശ്വര അസാവഹം മമൈവൈതേ ദേഹേ ചാസ്യന്വയാദിഷു സ്നേഹപാശൈർനിബധ്നാദി ഭവാൻ സർവമിദം ജഗത് യുവാം നനഃ സുതൗ സാക്ഷാത് പ്രധാനപുരുഷേശ്വരൗ ഭൂപാരക്ഷത്രക്ഷപണ അവതീർണൗ തദാപ്തഃ തത്തേകദോസ്മി അരണമദ്യപദാരവിന്ദം ആപന്ന സംസൃതി ഭയാപഹമർത്ഥബന്ധോ ഏതാവതാലമലമിന്ദ്രിയലാലസേന മർത്യാത്മദൃക്ത്വയി പരേ യദപത്യബുദ്ധിഃ സൂതീഗൃഹേനനു ജഗാദ ഭവാനജോ നൗ സഞ്ജജ്ഞ ഇത്യനിയുഗം നിജധർമ്മഗുപ്ത്यै നാനാതനോർഗഗണവത് വിദദജ്ജഹാസി കോ വേദഭൂമ്ന ഉരുഗായ വിഭൂതിമായാം. ശ്രീശുക ഉവാച ആകർണ്യേത്തം പിതൃവാക്യം ഭഗവാൻ സത്വദർശവഃ പ്രത്യാഹ പ്രശ്രയാനമ്രഃ പ്രഹസൻ ശ്ലക്ഷ്ണയാ ഗിരാ. ശ്രീഭഗവാനുവാച വചോവഃ സമവേദാർത്ഥം താദൈദത് ഉപമന്മഹേ യന്നഃ പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃതഃ അഹം യൂയം അസൗ ആര്യഃ ഇമേ ച ദ്വാരകൗകസഃ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യാഃ സചരാചരം. ആത്മാ ഹ്യേകഃ സ്വയം ജ്യോതിഃ നിത്യോऽന്യോ നിർഗുണോ ഗുണൈഃ ആത്മസൃഷ്ടൈസ്തൽകൃതേഷു ഭൂതേഷു ബഹുധേയതേ ഖം വായുർജ്യോതിരാപോ ഭൂഃ തൽകൃതേഷു യഥാശയം ആവിസ്ഥിരോ അല്പഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ഏവം ശ്രീശുക ഉവാച ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃതം ശ്രുത്വാ വിനഷ്ടനാനാദീഃ തൂഷ്ണീം പ്രീതമനാ അഭൂത്. അത തത്ര കുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാ ശ്രുത്വാ ആനീതം ഗുരോഃ പുത്രം ആത്മജാഭ്യാം സുവിസ്മിതാ. കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചനാ. ദേവക്യുവാച രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാമീശ്വരൗ ആദിപൂരുഷൗ കാലവിധ്വസ്തസത്വാനാം രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണൗ കിലാദ്യമേ യസ്യാം ശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാഃ ഭവന്തി കില വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിം ഗതാം. ചിരാത് മൃതസുതാദാനേ ഗുരുണാ കാലചോദിതൗ ആനിന്യതുഃ പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം. തഥാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദ്രഷ്ടുമാഹൃതാൻ. ഋഷിരുവാച ഏവം സഞ്ജോതിതൗ മാത്രാ രാമഃ കൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതുഃ യോഗമായാം ഉപാശ്രിതൗ. തസ്മിൻ പ്രവിഷ്ടൗ ഉപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തദാത്മനഃ തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയഃ സദ്യഃ സമുക്തായ നനാമസാന്വയഃ. തയോഃ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഃ ദദാരപാദൗ അവനിജ്യ തജ്ജലം സവൃന്ദ ആബ്രഹ്മ പുനത്യതംബുഃ. സമർഹയാമാസ സതൗ വിഭൂതിഭിഃ മഹാർഹവസ്ത്രാഭരണാനുലേപനൈഃ
താംബൂലദീപാമൃതഭക്ഷണാദിഭിः സ്വഗോത്രവിത്താത്മസമർപ്പണേന ച स इन्द्रसेनो भगवल्पदाम्बुजं बिभ्रन्मुहुः प्रेम विभिन्नया धिया उवाजहानन्दजलाकुलेक्षणः प्रहृष्टरोमा नृपगद्गदाक्षरम् बलिरुवाच नमो नन्दाय बृहते नमः कृष्णाय वेधसे साङ्ख्ययोगवितानाय ब्रह्मणे परमात्मने दर्शनं वां हि भूतानां दुष्प्रापं चाप्यदुर्लभं रजस्तमस्वभावानां यन्नः प्राप्तौ यदृच्छया दैत्यदानवगन्धर्वाः सिद्धविद्याद्रचारणाः यक्षरक्षः पिशाचाश्च भूतप्रमथनायकाः विशुद्धसत्त्वदाम्न्यद्दा त्वयि शास्त्रशरीरिणि नित्यं निबद्धवैरास्ते वयं चान्ये च तादृशाः केचनोद्बद्धवैरेण भक्त्या केचन कामतः न तदा सत्त्वसंरब्धाः सन्निकृष्टासुरादयः इदमित्तमिति प्रायः तव योगेश्वरेश्वर न विदन्त्यभियोगेशा योगमायां कुतो वयम् तन्नः प्रसीद निरपेक्ष विमुग्य युष्मत्पादारविन्दधिषणान्यगृहान्तकूपाद् निष्क्रम्य विश्वशरणाङ्ग्र्युपलब्धवृत्तिः सान्दो यतैक उद सर्वसखैश्चरामि शाद्यस्मानीशितव्येष निष्पापान् कुरु नः प्रभो पुमान् यश्रद्धया तिष्ठन् चोदनाया विमुच्यते श्रीभगवानुवाच आसन्मरीचेः षट्पुत्राः ऊर्णायां प्रथमेन्दरे देवाकं जहसुर्वीक्ष्य सुतां यभिदुम् उद्यतम् तेनासुरीम् अगन्योनिम् अधुनावद्य कर्मणा हिरण्यकशिपोर्जादा नीतास्ते योगमायया देवक्या उदरे जाता राजन् कंसविहिंसिताः सातान् शोचत्यात्मजान् स्वांस्ते इमे अध्यासतेन्दिके इत एतान् प्रणेष्यामो मादृशोगापनुक्तये ततः शापाद्विनिर्मुक्ता लोकं यास्यन्ति विज्वराः स्मरोद्गीतः परिष्वङ्गः पतङ्गः क्षुद्रभृद्घृणी षडिमे मत्प्रसादेन पुनर्यास्यन्ति सद्गतिम् इत्युक्त्वा तान् समादाय इन्द्रसेनेन पूजितौ पुनर्द्वारवतीमेत्य मातुः पुत्रान् अयच्छताम् तान् दृष्ट्वा बालकान् देवी पुत्रस्नेहस्नुतस्तनि परिष्वज्याङ्गमारोप्य मूर्ध्नि अजिग्रत् अभीक्ष्णशः अपाययत्स्तनं प्रीता सुतस्पर्श परिप्लुता मोहिता मायया विष्णोर्यया सृष्टिः प्रवर्तते पीत्वामृतं पयस्तस्याः पीतशेषं गदामृतः नारायणाङ्गसंस्पर्शप्रतिलब्धात्मदर्शनाः ते नमस्कृत्य गोविन्दं देवकीं पितरं बलं मिषदां सर्वभूतानां ययुर्धाम दिवौगसाम् तं दृष्ट्वा देवकी देवी मृतागमननिर्गमं मेने सुविस्मिता मायां कृष्णस्य रचितां नृप एवं विधान्यद्भुतानि कृष्णस्य परमात्मनः वीर्याण्यनन्दवीर्यस्य सन्ध्यनन्दानि भारत सूत उवाच य इदमनुसृणोति श्रावयेद्वा मुरारेः चरितममृतकीर्तेः वर्णितं व्यासपुत्रैः जगदघविदलं तद्भक्तसत्कर्णपूरं भगवति कृतचित्तो याति तत्क्षेमधाम। हरि ओम इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे मृत अग्रजानयनं नाम पञ्चाशीतितमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते।
നാരായണ. നിങ്ങളെ കാണാൻ ഇതിൻ്റെ ആവശ്യമില്ല. വായിക്കുമ്പോഴാണ് നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു 3 അധ്യായങ്ങളിൽ കുരുക്ഷേത്രത്തിലെ സമന്ത പഞ്ചകത്തിൽ എല്ലാവരും ഒത്തുചേരുന്നതും അവിടെ നടന്നതായിട്ടുള്ള സത്സംഗങ്ങളും എല്ലാം വിസ്തരിച്ച് കണ്ടു. ഇനിയും നമ്മളതിലേക്ക് തിരിച്ചു പോകുന്നില്ല. പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 85-ാം അധ്യായം, ആദ്യ ഭാഗം, വസുദേവ ഭഗവത് സംവാദം. വസുദേവർ ഭഗവാനെ താൻ മനസ്സിലാക്കിയ രീതിയിൽ വർണ്ണിക്കുകയാണ്. അങ്ങ് ഇതൊക്കെയല്ലേ എന്ന് പ്രകൃതിയിലുള്ള സകലതും ഭഗവാന്റെ വിഭൂതികളായി കണ്ട് ആ ഒരു ഭാവത്തിൽ വർണ്ണിക്കുകയാണ്. എന്നിട്ടത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് ഭഗവാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊക്കെ ബാധകമായിട്ടുള്ള മറുപടി കൂടിയാണ്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 85-തമോऽധ്യായഃ. ശ്രീബാദരായണിരുവാച. അഥൈകദാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോऽഭിനന്ദ്യാഃ പ്രീത്യാ സംഘർഷണച്യുതൗ. ശ്രീബാദരായണിരുവാച. അഥൈകദാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോऽഭിനന്ദ്യാഃ പ്രീത്യാ സംഘർഷണച്യുതൗ. അഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അധ്യായം ആരംഭിക്കുന്നത്. ബാദരായണി, ബാദരായണസ്യ പുത്രഃ ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി ഉവാച പറയുകയാണ്. അഥ അനന്തരം ഏകദാ ആത്മജൗ പ്രാപ്തൗ. ഏകദാ പ്രാപ്തൗ ആത്മജൗ. ഒരിക്കൽ തൻ്റെ അടുത്തേക്ക് വന്നവരായ 2 പുത്രന്മാരെയും അവരെന്ത് ചെയ്തു? കൃതപാദാഭിവന്ദനൗ. എന്നും അച്ഛൻ്റെ പാദ അഭിവന്ദനം ചെയ്യാനായിക്കൊണ്ട് രാമകൃഷ്ണന്മാർ അച്ഛൻ്റെ അടുത്തേക്ക് വരും. എത്ര വലുതായാലും അല്ലേ? രാമകൃഷ്ണന്മാരിപ്പോൾ മുത്തശ്ശന്മാരാണ്. അനിരുദ്ധൻ മുതലായിട്ടുള്ള പൗത്രന്മാർ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പ്രായമായിട്ട് പോലും തൻ്റെ പിതാവിനെയും മാതാവിനെയും വണങ്ങാൻ ഒരു മടിയുമില്ല, ഒരു വീഴ്ചയുമില്ല. നിത്യവും ചെന്ന് പാദ അഭിവന്ദനം ചെയ്യുന്നു. അതാണ് ഇവിടെ കൃതപാദാഭിവന്ദനവും. ചെയ്യപ്പെട്ട പാദാഭിവന്ദനങ്ങളോടുകൂടിയ ആത്മജൗ പ്രാപ്തവും. തൻ്റെ അടുത്തേക്ക് വന്നതായിട്ടുള്ള ആത്മജന്മാർ 2 പേരോടും വസുദേവോ അഭിനന്ദ്യ ആഹ പ്രീത്യ സംഘർഷണ അച്യുതൗ. ആരാണീ ആത്മജൗ എന്ന് പറയുകയാണ്? സംഘർഷണ അച്യുതൗ. സംഘർഷണനും അച്യുതനും, ബലരാമനും ശ്രീകൃഷ്ണനും. അപ്പോൾ അവരോട് പ്രീതിപൂർവം പ്രേമപൂർവം അഭിനന്ദ്യ, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറയുക എന്ന് മാത്രമല്ല. നന്ദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുക എന്ന് തന്നെയാണ്. സന്തോഷിപ്പിക്കുന്നത് ഓരോ സന്ദർഭത്തിൽ ഓരോ രീതിയിലാണ്. ഒരാളൊരു അച്ചീവ്മെന്റ് നേടുമ്പോൾ നമ്മൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറയും. അതൊരു അഭിനന്ദനമാണ്. അവരുടെ സന്തോഷത്തെ ഒന്നുകൂടെ ഇരട്ടിപ്പിക്കുക. നിങ്ങൾ നേടിയ നേട്ടം കൊണ്ട് തന്നെ നിങ്ങൾ സന്തുഷ്ടരാണ്, ഒന്നുകൂടെ നിങ്ങളെ അഭിനന്ദിക്കുന്നു, അതിലൂടെ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു എന്ന് താല്പര്യം. നല്ല കാര്യങ്ങൾ ചെയ്തവരെയൊക്കെ
ഒരു നേട്ടം പ്രത്യക്ഷമായിട്ടൊന്നും ഇല്ലെങ്കിലും അവരെ അഭിനന്ദിക്കാം. എന്ന് വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കലാണത്, അവർക്ക് സന്തോഷം കൊടുക്കലാണ്. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് നിങ്ങളെ ദിവസവും അഭിനന്ദിക്കാം. എന്താ കാരണം? നിങ്ങൾ ശ്രദ്ധയോടുകൂടെ മുടങ്ങാതെ കാത്തിരുന്ന് ഭാഗവതജ്ഞാനഗംഗ കേൾക്കാൻ വരുന്നു. നിങ്ങൾ എത്ര ധന്യാത്മാക്കളാണ്, സുഹൃതികളാണ്. ആ സുഹൃതം ഉള്ളത് കൊണ്ടാണ്, നല്ല സംസ്കാരമുള്ളത് കൊണ്ടാണ് നിത്യേന ഈ ഭാഗവതം കേൾക്കണം എന്നുള്ള ശ്രദ്ധ ഉണ്ടാവുന്നത്. ഭാഗവത ജ്ഞാനഗംഗയിൽ മുടങ്ങാതെ വരണം എന്ന് ശ്രദ്ധയുണ്ടാവുന്നത്. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, എന്നും അഭിനന്ദിക്കുന്നു. അപ്പോൾ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. അഭിതഃ നന്ദയതി. അഭിതഃ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, നല്ലതുപോലെ, എല്ലാ പ്രകാരത്തിലും എന്നൊക്കെ അർത്ഥമാണ്. എല്ലാ പ്രകാരത്തിലും നന്ദിപ്പിക്കലാണ് അഭിനന്ദിക്കുക. അപ്പോൾ വസുദേവോ അഭിനന്ദ്യ ആഹ. അവരെ മക്കളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചും പുറത്ത് തട്ടിക്കൊണ്ടും ചിലപ്പോൾ ചേർത്ത് ആലിംഗനം ചെയ്തും ഒക്കെ അഭിനന്ദിക്കാം, എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കാം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ പ്രേമപൂർവം ആ സംഘർഷണ അച്യുതന്മാരോട് ആഹ പറഞ്ഞു. ആര് പറഞ്ഞു? വസുദേവ ആഹ. വസുദേവൻ പറയുകയാണ്. അപ്പം ഇനി വസുദേവരുടെ വാക്കുകളാണ്. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യൈർജാതവിശ്രംഭഃ പരിഭാഷ്യ അഭ്യഭാഷത. ഇതും ശ്രീശുക ബ്രഹ്മർഷിയുടെ വാക്ക് തന്നെയാണ്. വസുദേവരുടെ വാക്കിലേക്ക് കടക്കണേ ഉള്ളൂ. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യൈർജാതവിശ്രംഭഃ പരിഭാഷ്യാഭ്യഭാഷത. അപ്പോ വസുദേവര് ഈ തീർത്ഥാടനം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം ഉണ്ട് അദ്ദേഹത്തിൽ. തീർത്ഥാടനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് കണ്ട മുനിമാരെല്ലാവരും ഈ കൃഷ്ണ ഭഗവാനെ പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്തുതിക്കുന്നത് നേരിൽ കണ്ടു, അനുഭവിച്ചു. അപ്പൊ കൃഷ്ണൻ ആരാണെന്ന് അവരെല്ലാം പറയണത് കേട്ടു. അപ്പൊ കൃഷ്ണൻ തൻ്റെ പുത്രൻ അല്ല, കൃഷ്ണൻ ഭഗവാനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വസുദേവർ മനസ്സിലാക്കി. ഭഗവാനെ മനുഷ്യ ശരീരം എടുത്ത് ലീലയാടുന്ന ഈശ്വരനാണ്, അല്ലാതെ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതിനാണ് ഈ തീർത്ഥാടനത്തിൽ ഉണ്ടായ ഗുണം. അതാണ് മുനീനാം സവചഃ ശ്രുത്വാ പുത്രയോർധാമസൂചകം. പുത്രയോഹോ ധാമസൂചകം മുനീനാം വചഃ ശ്രുത്വാ സഹ വസുദേവഃ. മുനീനാം വചഃ ശ്രുത്വ, മുനിമാരുടെ വാക്കുകൾ കേട്ടു. എന്തിനെ സംബന്ധിച്ചാ മുനികൾ സംഭാഷണം ചെയ്തത്? പുത്രയോഹോ ധാമസൂചകം. ആ പുത്രന്മാരുടെ ധാമ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്ഥാനം, അവരുടെ ഒരു വ്യക്തിത്വം, അവരുടെ ഒരു മഹത്വം, പ്രഭാവം എന്നൊക്കെ അർത്ഥം. അവരുടെ ഒരു സ്വരൂപസ്ഥിതി എങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരുടെ ഐഡന്റിറ്റി സൂചിപ്പിക്കപ്പെട്ടു. അവരുടെ ഐഡന്റിറ്റി മറച്ച് മായ കൊണ്ട് മനുഷ്യവേഷം കെട്ടി നാടകം കളിക്കുകയാണ്. ആ ഐഡന്റിറ്റി ഇപ്പോൾ മുനിമാരുടെ വാക്കിൽ നിന്ന് ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചു. അതാണ് ധാമസൂചകം. അപ്പോൾ പുത്രന്മാരുടെ യഥാർത്ഥ ധാമത്തെ അഥവാ സ്വരൂപത്തെ സൂചിപ്പിക്കുന്ന, അവരുടെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള മുനീനാം വചഃ ശ്രുത്വ, ആ മുനിമാരുടെ എല്ലാം വാക്കുകൾ കേട്ടിട്ട് തദ്വീര്യൈഹി ജാതവിശ്രംഭഃ. അപ്പോൾ താൻ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നുകൂടി കൂട്ടിക്കിഴിച്ച് യുക്തിയുക്തം ആലോചിച്ച് നോക്കി. ബാല്യം മുതൽക്ക് അല്ലെങ്കിൽ ജനിച്ച മുതൽക്ക് ഇതുവരയ്ക്ക് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കി. ഇപ്പോൾ ജനിച്ചപ്പോൾ തന്നെ ചതുർബാഹുവായിട്ട് ദർശനം തന്നിരുന്നു, മായ കൊണ്ട് അതും മറന്നു. ഭഗവാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ്
തന്നെ നന്ദഗോപരുടെ ഗോകുലത്തിൽ കൊണ്ടാക്കാൻ ആജ്ഞാപിച്ചതും അതേ സമയത്ത് തന്നെ മഴ പെയ്യുമ്പോൾ അനന്തൻ വന്ന് കുടപിടിച്ചതും കാളിന്തി നദി നിറഞ്ഞൊഴുകുന്ന കാളിന്തി നദി വഴിമാറിത്തന്നതും കാരാഗൃഹത്തിൽ നിന്ന് കാലുകൾ ചങ്ങലയിൽ നിന്ന് മുക്തമായതും വാതിലുകൾ താനേ തുറന്നതും അവിടെ ചെന്നപ്പോൾ യശോദയുടെ ഗൃഹവും എല്ലാം തുറന്നു കിടക്കുന്നതും അവിടുത്തെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നതും അവിടുന്ന് തൊട്ട് ആലോചിക്കാനുണ്ട്. ഓരോ കാര്യങ്ങളും പടിപടിയായി ഓർമ്മിച്ച് വരുമ്പോഴാണ് പിന്നെ കേട്ടറിവുണ്ട്. നന്ദഗോപന്റെ കൂടെ 11 വർഷം കഴിയുമ്പോൾ പൂതനയെ വധിച്ചതും ശകടാസുരൻ, തൃണാവർത്തൻ മുതലായിട്ടുള്ള അസുരന്മാരുടെ നാശം, തുടർന്നുണ്ടായിട്ടുള്ള കാളിയമർദ്ദനം, അതുപോലെ തന്നെ ദാവാഗ്നിപാനം, ഇങ്ങനെ പല ലീലകളും നേരിട്ട് പറഞ്ഞറിവുണ്ട്. പിന്നീട് കംസനെ കൊന്നത് നേരിൽ തന്നെ കണ്ടതാണ്, കുവലയാപീഠത്തെ കൊന്നത് കണ്ടതാണ്, അറിഞ്ഞതാണ്. അതിനുശേഷം ജരാസന്ധന്റെ സൈന്യത്തെ 17 പ്രാവശ്യം തോൽപ്പിച്ചയച്ചത്, അതിനുശേഷം ഭഗവാന്റെ വിവാഹം എന്തെല്ലാം സംഘർഷ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ രാജസൂയയാഗം നടത്തിക്കൊടുത്തത്, മറ്റ് ദുഷ്ടന്മാരായിട്ടുള്ള ശിശുപാലാദികളെ വധിച്ചത്, ദന്തവക്ത്രനെ വധിച്ചത്, സാല്വനെ വധിച്ചത്, ഇങ്ങനെ ഓരോന്നും ഓർത്തെടുക്കുമ്പോൾ ഈ മഹാത്മാക്കൾ, ഋഷീശ്വരന്മാർ ഭഗവാന്റെ ധാമത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരികയാണ്. അതാണ് തങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്നും ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്രത്യക്ഷമായും പരോക്ഷമായും അറിഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം അവരുടെ വീര്യത്തെ, അവരുടെ കർമ്മങ്ങളെക്കുറിച്ചെല്ലാം വിചാരം ചെയ്തിട്ട്, അതാണ് തദ്വീര്യൈഹി ജാതവിശ്രംഭ, തദ്വീര്യൈഹി അവരുടെ പരാക്രമങ്ങളെ കൊണ്ട്, ജാതവിശ്രംഭ, വിശ്രംഭം എന്ന് പറഞ്ഞാൽ വിശ്വാസം, ജാതവിശ്രംഭ വിശ്വാസം ജനിച്ചവനായിട്ട് ആ മുനിമാർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള ആ ഗുരുവാക്യത്തിൽ ശ്രദ്ധ, അല്ലെ? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ കഥിത സദ്ഭിഹി യയാ വസ്തുപലഭ്യതേ. അപ്പൊ ശ്രദ്ധയുണ്ടായി, ആ മുനിമാരുടെ വാക്യങ്ങൾ സത്യമാണ് എന്നുള്ളതായിട്ടുള്ള ശ്രദ്ധ വസുദേവരിൽ ഉണ്ടായി. ഇനിയാണ് വസുദേവർ ശരിക്ക് ഭഗവാനെ കാണാനും അറിയാനും പോകുന്നത്. അപ്പൊ ഇതുവരെ പുത്രനായി കണ്ടു, ഇനി ശരിക്ക് ഭഗവാനെ ഈശ്വരനായി കാണാൻ പോവുകയാണ്. അപ്പൊ അതാണ് ജാതവിശ്രംഭ. അപ്പൊ നമുക്കും ഈശ്വരനെ കാണാൻ എന്താ വേണ്ടത്? ആദ്യം യുക്തി കൊണ്ട് ചിന്തിക്കുക ഈ വിശ്വത്തെക്കുറിച്ച്. ഈ വിശ്വം എങ്ങനെ ആകസ്മികമായി ഉണ്ടായതാണോ? ഇത്രയും ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ ആയിരിക്കുന്ന ഈ ലോകം, ഇതിലെവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടോ? എന്തെല്ലാം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാറ്റിനും നിയമങ്ങളില്ലേ? നമുക്ക് നിയമങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാമല്ലോ. നാളെ രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ള ധൈര്യം നമുക്കുണ്ടല്ലോ. രാത്രി കിടക്കാൻ ധൈര്യമായിട്ട് പോകാലോ. ചന്ദ്രന്റെ ചലനത്തെക്കുറിച്ച്, ചന്ദ്രന്റെ സഞ്ചാരത്തെക്കുറിച്ച്, ക്ഷയവൃദ്ധികളെക്കുറിച്ച് ഒക്കെ നമുക്കറിയാലോ. ഒന്നിനും മാറ്റമില്ലല്ലോ. എന്ന് ഗ്രഹണം വരുമെന്ന് നമുക്ക് കണക്കാക്കി പറയാലോ. അതുപോലെ ഭൂമിയുടെ നേരെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം നമുക്ക് കണക്കാക്കി പറയാലോ. ഇപ്പോൾ ഏത് ഗ്രഹം ഭൂമിയുടെ ഏത് ഭാഗത്ത് നിൽക്കുന്നു, അതിന്റെ സ്വാധീനം ഭൂമിയിലേക്ക് എങ്ങനെ ഉണ്ടാവും, ഭൂമിയിലുള്ള നമ്മൾ ഓരോരുത്തരെയും അതെങ്ങനെ സ്വാധീനിക്കും, ഇതൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. എല്ലാറ്റിനും വ്യവസ്ഥയുള്ളത് കൊണ്ടല്ലേ അത് പറയാൻ കഴിയുന്നത്. അതുപോലെ ഋതുക്കൾ മാറി മാറി വരുന്നുണ്ടല്ലോ, വിശ്വസിച്ച് കാത്തിരിക്കാലോ. ഇത്ര ദിവസം കഴിഞ്ഞാൽ മഴയുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രകൃതിയിൽ നടക്കുന്നത്, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കുന്നു നമുക്ക് ഉറപ്പുണ്ടല്ലോ. നമ്മളാരും ഇരുന്ന് ദഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഉള്ളില് ഹൃദയം പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. രക്തചംക്രമണം അതിൻ്റെ പാട്ടിൽ നടക്കുമെന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയമില്ലല്ലോ.
വേറെ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ അതിൻ്റെ പണിയെടുത്തോളെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആകസ്മികമായി സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്തോറും അത്ഭുത പരതന്ത്രരാവുകയാണ് വേണ്ടത്. നമ്മൾ വിതയ്ക്കുന്നതായിട്ടുള്ള വിത്ത് മുളയ്ക്കുന്നു നമുക്ക് ഉറപ്പുണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വിത്തിനെ മണ്ണിലെറിഞ്ഞ് കളയുവോ? നമുക്ക് ഉറപ്പുണ്ട്, അതൊരു നിയമമാണ്, ഡെഫിനിറ്റാണ്, ആകസ്മികമല്ല. അതൊരു നിയമമാണ്, ഈശ്വര നിയമമാണ്. വിത്ത് വിതച്ചാൽ അത് മുളയ്ക്കും, മുളച്ച് വലുതാവും, വലുതായാൽ അത് ഫലം തരും. അതിൽ വിവിധങ്ങളായ പൂക്കളുണ്ടാവും, അതിന് സുഗന്ധം ഉണ്ടാവും, അതിൽ ഇന്ന പഴങ്ങളുണ്ടാവും. അതെല്ലാം ഇന്ന സ്വാദുള്ളതായിരിക്കും, അതെല്ലാം നമുക്ക് ഇന്ന ആരോഗ്യം നൽകുന്നു. ഇതെല്ലാം നല്ല വ്യവസ്ഥയുണ്ട്. മത്തം കുത്തിയാൽ ഇന്ന് വരെ കുമ്പളം മുളച്ചിട്ടില്ല, മാവിൽ നിന്ന് ചക്ക ഉണ്ടായിട്ടില്ല, പ്ലാവിൽ നിന്ന് നാളികേരവും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിനും വ്യവസ്ഥയുണ്ട്. ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ. ഓരോന്നും ആലോചിക്കുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമമുണ്ടെങ്കിൽ നിയന്താവുണ്ട്. ഒരു നിയമം ഇവിടെ നടക്കണമെങ്കിൽ നല്ല ശക്തനായിട്ടുള്ള ഒരു നിയന്താവ് ഉണ്ട്. നിയന്താവില്ലാത്തിടത്ത് നിയമങ്ങൾ നടക്കില്ല. നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ വീട്ടില് എന്താ പറയുക, നല്ല നട്ടലുള്ള ഒരു ആണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള തൻ്റെയുള്ള ഒരു അമ്മ, കാര്യപ്രാപ്തിയുള്ള ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ഇല്ലെങ്കിൽ ആ ഗൃഹം ഏതുപോലെ ഇരിക്കും? വല്ല തൊഴുത്തുപോലെ ഇരിക്കും. പശുത്തൊഴുത്ത് ഇതിലും ഭേദമാവും. അവിടെ ഒരു കാര്യങ്ങളും വ്യക്തമായി വൃത്തിയായി നടക്കുകയില്ല. അപ്പോൾ വീട്ടിലൊരു നാഥനുള്ളത് കൊണ്ടാണ് ആ വീട് ഭദ്രമായിട്ട് നടന്നു പോകുന്നത്, നശിച്ചു വീഴാത്തത്. ഒരു രാജ്യം കുട്ടിച്ചോറാവാത്തത് ശക്തന്മാരായ ഭരണാധികാരികൾ ഉള്ളപ്പോഴാണ്. അതുപോലെ ഈ പ്രപഞ്ചം ഇത്രയും എത്രയോ ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഇതെല്ലാം അതാതിൻ്റെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആരെയോ പേടിച്ചിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഉത്തരം കണ്ടെത്തും. ഭീഷാസ്മാത് വാദഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. അവനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത്, അവനെ ഭയന്നിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, അവനെ ഭയന്നിട്ടാണ് ഈ അഗ്നി ചൂടുള്ളതായിരിക്കുന്നത്, അവനെ ഭയന്നിട്ടാണ് ഇന്ദ്രൻ വർഷിക്കുന്നത്, അവനെ ഭയന്നിട്ടാണ് യമൻ ഓടി നടക്കുന്നത് എന്ന് വകതിരിവുണ്ടാവും. അപ്പോ വിചാരം ചെയ്താൽ നമ്മൾക്കെല്ലാവർക്കും ഈ തത്വം അറിയാം. തദ്വീര്യൈർ ജാതവിശ്രംഭ. ഭഗവാന്റെ വീര്യങ്ങളെക്കുറിച്ച് വിശ്വാസം വന്നവരായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്താവുണ്ടാവുമെന്ന് അറിയുകയും ഒരു ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളെ കൂടുതൽ അറിയാനായിക്കൊണ്ട് സമീപിക്കുകയും ചെയ്യുമ്പോൾ ഗുരു നമുക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നു. ആ ഗുരുവിൻ്റെ വാക്കിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നു. ആ ശ്രദ്ധ നമ്മളെ കൂടുതൽ ഈശ്വരനോട് അടുപ്പിക്കുന്നു. ഈശ്വര ദർശനത്തിന് നമ്മളെ തയ്യാറാക്കുന്നു, നമ്മളെ ശക്തരാക്കി തീർക്കുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. തദ്വീര്യൈർജാതവിശ്രംഭഃ സഹ പരിഭാഷ്യ അഭ്യഭാഷത. സഹ വസുദേവഃ പരിഭാഷ്യ, നന്നായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട്, രാമകൃഷ്ണന്മാരെ അഭിമുഖീകരിച്ച് സംബോധന ചെയ്തുകൊണ്ട് അഭ്യഭാഷത, അഭിഭാഷണം ചെയ്തു, നന്നായി സംസാരിച്ചു എന്നർത്ഥം. അഭിഭാഷണം എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കലാണ്.
അഭിഭാഷകൻ അല്ലേ, നമ്മൾ വക്കീൽമാരെ വിളിക്കുന്നതാണ് അഭിഭാഷകൻ. അത് നമുക്ക് വേണ്ടി നന്നായി സംസാരിക്കാനുള്ള ആള്. നമ്മൾ സംസാരിച്ചാൽ നേരെയാവില്ല, അതുകൊണ്ടാണ് കോടതിയിലേക്ക് വേറെ ആളെ നമ്മൾ അഭിഭാഷകന്മാരായിട്ട് വെക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ അറിയില്ല, അവിടുത്തെ ഭാഷയിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും. അപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നന്നായി സംസാരിക്കാൻ കഴിവുള്ളവർ വേണം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംകർഷണ സനാതന ജാനേവാമസ്യ യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാം അസ്യ യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. പരിഭാഷ്യ എന്നാണ് ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട്. എന്താ മഹായോഗിൻ കൃഷ്ണ കൃഷ്ണ, ഭഗവാനെ ആദ്യം സംബോധന ചെയ്യണോ, അല്ലയോ കൃഷ്ണ കൃഷ്ണ, അല്ലയോ കൃഷ്ണ മഹായോഗിൻ, എല്ലാ യോഗങ്ങളുടെയും ഫലദാതാവായിരിക്കുന്നവനും എല്ലാ യോഗങ്ങളും അറിയുന്നവനുമായിട്ടുള്ള മഹായോഗിയായിരിക്കുന്ന കൃഷ്ണ. അപ്പൊ ഇപ്പോഴാണ് വസുദേവർ കൃഷ്ണനെ ശരിക്കും മഹായോഗിയാണെന്ന് അറിഞ്ഞ് സംബോധന ചെയ്യുന്നത്. മറ്റത് ജനിച്ചപ്പോ ആ ചതുർബാഹുവായ രൂപം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ജ്ഞാനം ഉണ്ടായി, ഭഗവാന്റെ തത്വം കുറേയൊക്കെ അറിഞ്ഞുകൊണ്ട് സ്തുതിച്ചു. പക്ഷെ പിന്നീട് മായ കൊണ്ടെല്ലാം വിസ്മരിച്ചു. ഇപ്പോ ഇതാ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് ഭഗവാനെ മഹായോഗിൻ എന്ന് വിളിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ. അതുപോലെ സംഘർഷണ സനാതന, അല്ലയോ നാശരഹിതനായ സംഘർഷണ, സനാതനനായ സംഘർഷണ. ബലരാമനെ സംബോധനയാണ്. ജാനേ വാം അസ്യ യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. വാം ജാനേ, വാം യുവാം, നിങ്ങൾ രണ്ടുപേരെയും ജാനേ ഐ നോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പോ എനിക്ക് നിങ്ങളാരെന്ന് മനസ്സിലായി എന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. എന്തായിട്ട് അറിയുന്നു? അസ്യ സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. ഇത് എന്തെന്നാൽ എന്നുള്ളത്, എന്തെന്നാൽ നിങ്ങളാണ് അസ്യ, അസ്യ ജഗതഃ എന്നർത്ഥം, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ പ്രധാന പുരുഷൗ പരൗ ഇതി ജാനേ, നിങ്ങളാണ് ഇതിന്റെ പ്രധാന പുരുഷന്മാർ, ഈ പ്രപഞ്ചത്തെ ധരിക്കുന്ന പുരുഷന്മാർ. പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ധരിക്കുന്നത്, നന്നായി സസ്റ്റെയിൻ ചെയ്യുന്നത്, നിലനിർത്തുന്നത് എന്നർത്ഥമാണ് പ്രധാന ശബ്ദത്തിന്. ഡുദാന്യ എന്നുള്ളൊരു ധാതു ആണ് ദാനം ചെയ്യുക. അതിൽ ഉപസർഗം ചേരുമ്പോൾ പ്രധാനമായി ദാത എന്ന് നാമരൂപത്തിൽ പറയാം. ദാതാവ്, ധരിക്കുന്നവൻ. ഇപ്പൊ പ്രധാന പുരുഷം, പ്രധാന പുരുഷന്മാരാണ് നിങ്ങൾ രണ്ടുപേരും, പ്രധാന പുരുഷന്മാരാണ്. ഇനി രണ്ടായിട്ടും പ്രധാനശ്ച പുരുഷശ്ച, നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രധാനവും പുരുഷനും. അപ്പൊ പ്രധാനം എന്ന് പറയുമ്പോൾ ഭൗതികമായി കാണുന്നതെല്ലാം, ഈ ലോകത്തിന് നിലനിർത്തുന്നതായിട്ടുള്ള ആ പ്രകൃതി എന്നൊക്കെ പറയുന്ന പ്രധാനം. ആ പ്രകൃതിയും നിങ്ങൾ തന്നെയാണ്, പുരുഷനും നിങ്ങൾ തന്നെയാണ് എന്നർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. ഇവിടെ ഏറ്റവും പ്രധാനികളായ പുരുഷന്മാർ, ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നവരായ പുരുഷന്മാർ നിങ്ങളാണ്, പൂർണ്ണന്മാരായ പരൗ ഈശ്വരന്മാരാണെന്ന് അഹം ജാനേ, ഞാൻ അറിയുന്നു. ഇനി പ്രകൃതി പുരുഷന്മാരും പ്രകൃതി പുരുഷന്മാരെ നിയന്ത്രിക്കുന്ന പരനായ ഈശ്വരനും നിങ്ങൾ തന്നെയാണ്. യത്രയേന യതോ യസ്യ യസ്മൈ യദ്യഥാ യദാ സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വരഃ. യത്രയേന യതോ യസ്യ യസ്മൈ യദ്യഥാ സത്യദാ സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വരഃ. അപ്പോ
സർവനാമ ശബ്ദങ്ങൾ പറയുകയാണ്. കുറേ വിഭക്തികൾ. എല്ലാ വിഭക്തിയിലൂടെയും അറിയപ്പെടേണ്ടത്. വിഭക്തി എന്ന് പറഞ്ഞാൽ വിഭജിച്ച് വ്യത്യസ്തമായി പറയുന്നതാണ് വിഭക്തി. ആ വിഭജനങ്ങളൊക്കെ വാസ്തവത്തിൽ ഏകത്വത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏകമായ ഒന്നിനെ വിഭജിച്ച് പലതായി പറയുകയാണ്. ഇപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന ആ സത്യമാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. യത്ര യേന യസ്യ യസ്മൈ യത് യത് യഥാ യഥാ ഇദം സ്യാദ് സാക്ഷാത് പ്രധാന പുരുഷേശ്വരഃ ഭഗവാൻ. അപ്പോൾ യത്ര എന്ന് പറയുമ്പോൾ ഏതൊന്നിലാണ്, യസ്മിൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യത്ര. സപ്തമി വിഭക്തിയാണ് യസ്മിൻ. ആ യസ്മിൻ എന്നുള്ള അർത്ഥത്തിൽ യത്ര എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ യാതൊന്നിൽ, എവിടെയാണോ. അപ്പോൾ ആധാരം, സ്പേസ് എന്ന ആധാരം എവിടെയാണോ. ഏന, ഏന എന്നുള്ളത് തൃതീയ വിഭക്തി, യാതൊന്നിനാൽ. അപ്പം നിമിത്തമാണ് അവിടെ. ഏതൊന്ന് നിമിത്തമായിട്ടാണോ. യസ്യ, യാതൊന്നിൻ്റെ സംബന്ധിയായിട്ട്, യാതൊന്നിനോട് ബന്ധപ്പെട്ട്. ഏതൊന്നിൻ്റെ, യാതൊരുവൻ്റെ ഷഷ്ടി വിഭക്തിയാണ് യസ്യ. അപ്പോൾ ആരോട് കണക്ട് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതുമൊക്കെ, അല്ലേ. ഈ വിശ്വം എത്ര, ഈ വിശ്വം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രധാന പുരുഷേശ്വരന്മാരായ നിങ്ങളിൽ. ഏന, ഈ പ്രപഞ്ചം ഏന കൃതം, ആരാലാണ് നിർമ്മിക്കപ്പെട്ടത്? പ്രധാന പുരുഷേശ്വരന്മാരായ നിങ്ങളാൽ തന്നെ. യസ്യ, ഇത് ആരുടേതാണ്? വേറെ ആരുടെയെന്നെങ്കിലും കടം മേടിച്ച് നിങ്ങൾ തൊഴിലാളികളായിട്ട് ജോലി ചെയ്തതാണോ? അല്ലേ, അല്ല. ഇതിൻ്റെ ഉടമസ്ഥന്മാരും ഞങ്ങൾ തന്നെയാണ്, ഈ പ്രധാന പുരുഷേശ്വരന്മാർ തന്നെയാണ്. യസ്മൈ, ആർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, ആർക്കായിക്കൊണ്ടാണ്? ചതുർത്ഥി. വാസ്തവത്തിൽ ഇവിടെ ഭോക്താവും ഭഗവാൻ തന്നെയാണ്. അഹമേവ ഭോക്ത എന്ന് ഭഗവാൻ ആവർത്തിച്ച് ഗീതയിലും മറ്റുമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഭോജ്യവും ഭോക്താവും എല്ലാം ഞാൻ തന്നെ. അതുതന്നെയാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മ ഇവതേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ യസ്മൈ, യാതൊരുവന് വേണ്ടിയിട്ടാണ്? ഭഗവാന് തന്നെ കളിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചത്. ഭഗവാൻ തന്നെയാണ് പലതായി തീർന്നത്. ഭഗവാൻ തന്നെയാണ് ജീവഭാവത്തെ പ്രാപിച്ച് വിഷയങ്ങളെ ഭുജിക്കുന്നതും. അപ്പോൾ യസ്മൈ, യത്, ഇവിടെ യത് എന്നുള്ളത് യഹ എന്നുള്ള കർത്തൃഭാവത്തിലാണ്. യാതൊരുവനാലാണിത് നിർമ്മിക്കപ്പെട്ടത്. പിന്നൊരു യത്, രണ്ട് യത് ഉണ്ട്. അതിൽ രണ്ടാമത്തെ യത് ദ്വിതീയ വിഭക്തി. ആദ്യത്തെ യത് യഹ എന്നുള്ള പുല്ലിംഗം, അല്ല, യഹ എന്നുള്ള അർത്ഥത്തിൽ പ്രഥമ. രണ്ടാമത്തെ യത് ദ്വിതീയ, യാതൊന്നിനെ അല്ലെങ്കിൽ ഏതൊരു കർമ്മത്തെ എന്ന്. യഥാ, എപ്രകാരത്തിൽ, യഥാ, ഏത് കാലത്തിൽ. ഇങ്ങനെയുള്ള സർവനാമങ്ങളെ കൊണ്ട് ഏത് കാലത്ത്, എപ്രകാരം, യാതൊന്നിൽ, യാതൊരാള്, ഏതൊരു കർമ്മം കൊണ്ട്, യാതൊരുവനാൽ, യാതൊന്നിൻ്റെ സംബന്ധമായിട്ട്, ആർക്കായിക്കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു, ഇതിനെ നിലനിർത്തപ്പെടുന്നു, ഇതൊക്കെ പറയണ. ഇതം സ്യാദ്, ഇതം എന്ന് പറഞ്ഞാൽ ഇതം ലോകം സ്യാദ്, ഭവിക്കുമോ. അപ്പൊ ഈ ലോകം ഉണ്ടാകുമോ? ആ സാക്ഷാത് പ്രധാന പുരുഷേശ്വര ഭഗവാൻ, അത് സാക്ഷാത് ആയിരിക്കുന്ന പ്രധാന പുരുഷന്മാര്, പ്രധാനവും പുരുഷനും ഭഗവാനായ അങ്ങ് തന്നെയാകുന്നു. അങ്ങ് ഏകൻ തന്നെയാകുന്നു. ഇതിൻ്റെ എല്ലാ കാരണങ്ങളും അങ്ങയിൽ നിന്ന് അഭിന്നമല്ല. ഈ ലോകത്തിന് ഉണ്ടായിട്ടുള്ള സകല കാരണങ്ങളും, കാലമാകട്ടെ, ദേശമാകട്ടെ, കർമ്മമാകട്ടെ, കർത്താവാകട്ടെ, അധിഷ്ഠാനമാകട്ടെ, എല്ലാം
എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് അതിനുപയോഗിച്ചിട്ടുണ്ടോ? എല്ലാ കാരണങ്ങളും. അപ്പോൾ അതിനെ ചുരുക്കിയിട്ട് പറയും ഉപാദാന കാരണമെന്നും നിമിത്ത കാരണമെന്നും. ഈ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും അങ്ങ് തന്നെയാണ്. നിമിത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റലിജൻ്റ് കോസ്, നിമിത്ത കാരണം. ഉപാദാന കാരണം അതിൻ്റെ മെറ്റീരിയൽ കോസ്. അപ്പോൾ നിമിത്ത കാരണവും ഉപാദാന കാരണവും അഥവാ ഇൻ്റലിജൻ്റ് കോസും മെറ്റീരിയൽ കോസും അങ്ങ് തന്നെയാണ്. അധിഷ്ഠാനമായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. കാലദേശങ്ങളൊക്കെ അങ്ങ് തന്നെയാണ്. സാക്ഷാൽ പ്രധാന പുരുഷേശ്വര. അപ്പോൾ ഈ കാണുന്ന ഭേദങ്ങളെല്ലാം അങ്ങയുടെ മായ കൊണ്ട് പ്രകടിപ്പിച്ചതാണ്. അങ്ങയുടെ ശക്തിയാണ് മായ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി അങ്ങ് ഉപയോഗിക്കുന്ന ശക്തിയുടെ പേരാണ് മായ. ആ മായ കൊണ്ട് ഏകത്തെ പലതായി കാണിക്കുന്നു. ഇന്ദ്രജാലം അല്ലേ? ഏകമായ ഒരു സൂര്യരശ്മിയെ ഒരു സ്ഫടികത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് സപ്തവർണ്ണങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഇതുപോലെ മായയിലൂടെ കടത്തിവിട്ട് ഇതിനെ പലതാക്കി തീർക്കുന്നു. സത്യമറിയാത്തവർ ഇതിനെ പലതായി കാണുന്നു. സത്യമറിയുന്നവർ അതിനെ ഒന്നായി കാണുന്നു. സത്യം പരം ധീമഹി. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടം അദോക്ഷജ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജഃ. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടം അദോക്ഷജ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജഃ. ഹേ ആത്മൻ, ഭഗവാനെ സംബോധനയാണ്. അല്ലയോ ആത്മസ്വരൂപനായിരിക്കുന്നവനെ, ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആത്മാവ് അങ്ങ് തന്നെയാണ്. ഇതിനെല്ലാം ധരിക്കുന്ന ആത്മസ്വരൂപം അങ്ങ് തന്നെയാണ്. അദോക്ഷജ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവനെ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭേദങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, നാനാത്വം മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപമോ ഈ ഭേദങ്ങൾക്കൊക്കെ അതീതമായി അഭേദമായിരിക്കുന്ന ഭാവമാണ്. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അദോക്ഷജ, അക്ഷജന്യമായ അഥവാ ഇന്ദ്രിയജന്യമായ ജ്ഞാനത്തെ ചെറുതാക്കുന്നവനെ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനെ അധോക്ഷജ. ആത്മസൃഷ്ടം നാനാവിധം ഏതത് വിശ്വം ആത്മനാ അനുപ്രവിശ്യ അജഃ പ്രാണഃ ജീവഃ ബിഭർഷി. എന്താണത്? ആത്മസൃഷ്ടം നാനാവിധം ഏതത് വിശ്വം. ആത്മസൃഷ്ടം, അങ്ങയാൽ തന്നെ, അങ്ങയിൽ നിന്ന് തന്നെ അല്ലേ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ നാനാവിധം ബഹുവിധമായിരിക്കുന്ന ഏതത് വിശ്വം, ഈ ലോകത്തെ, ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ, സർവത്തെയും, വിശ്വം എന്നാൽ സർവം എന്നും അർത്ഥം, ഈ കാണുന്ന മുഴുവൻ ജഗത്തിനെയും ആത്മനാ അനുപ്രവിശ്യ, അങ്ങയുടെ സ്വരൂപം കൊണ്ട്, ആത്മാവ് കൊണ്ട് അനുപ്രവേശിച്ച്, അങ്ങ് തന്നെയാണ് അങ്ങയുടെ സത്ത എല്ലാറ്റിലും പകർന്നു നൽകിയിരിക്കുന്നത്, എല്ലാറ്റിലും അനുപ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് അജഹ, വാസ്തവത്തിൽ ജന്മരഹിതനായ അങ്ങ്, ജനനഹീനനായ അങ്ങ്, പ്രാണഃ ജീവഃ ബിഭർഷി, ഈ ശരീരങ്ങളിൽ പ്രാണനായും ജീവനായും അവയെ ധരിക്കുന്നു. പ്രാണനായും ജീവനായും അവയെ ധരിക്കുന്നു. ബിഭർഷി, ത്വം ബിഭർഷി, യു സസ്റ്റെയിൻ എന്ന്. അപ്പോൾ എന്താ, എങ്ങനെ? പ്രാണനായും ജീവനായും. അപ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ അതിൽ ജീവനും വേണം, പ്രാണനും വേണം. പ്രാണശക്തി എന്നുള്ളത് എനർജിയാണ്, ജീവൻ എന്നുള്ളത് അതിലെ കോൺഷ്യസ്നെസ്സാണ്, ചൈതന്യമാണ്. അപ്പോൾ ചൈതന്യവും വേണം, അഥവാ ബോധവും വേണം, അതിന് പ്രവർത്തിക്കുവാനുള്ള ശക്തിയും വേണം, എനർജി വേണം.
ആ എനർജി പ്രാണൻ. ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രാണൻ, അറിയിപ്പിക്കുന്ന ശക്തിയാണ് ജീവൻ. കോൺഷ്യസ്നെസ് ആണ് ജീവൻ. അപ്പം ഇതായിട്ട് ഈ പ്രപഞ്ചത്തെ അങ്ങ് ധരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അർജുനനോട് പല പ്രാവശ്യം പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടദാ അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യതേ ജഗത്. പഞ്ചഭൂതങ്ങളായും സൂര്യചന്ദ്ര അഹങ്കാര തത്വങ്ങളായും 8 തത്വങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമായും അതുപോലെ അതിൽ ചൈതന്യമായി ജീവനായി ഞാൻ തന്നെയാണ്, എൻ്റെ പ്രകൃതി തന്നെയാണ്. ഇതെല്ലാം എൻ്റെ 2 തരം പ്രകൃതിയാണ്. ഒന്ന് അപരാപ്രകൃതി, മറ്റൊന്ന് പരാപ്രകൃതി. ജീവഭൂതാം എന്ന് പറഞ്ഞത് പരാപ്രകൃതി. 8 തത്വങ്ങളായി പറഞ്ഞത് അപരാപ്രകൃതി. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം. ജീവഭൂതമായ പരാപ്രകൃതിയുമുണ്ട്. അങ്ങനെ എൻ്റെ അപരാപ്രകൃതി കൊണ്ടും പരാപ്രകൃതി കൊണ്ടും യയാ ഇതം ധാര്യത്തെ ജഗത്, ഈ ജഗത് യയാ പ്രകൃത്യാ ധാര്യത്തെ, എൻ്റെ പ്രകൃതി കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെയെല്ലാം ധരിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് ഭഗവാൻ അർജുനന് ഉപദേശിച്ചത് ഇവിടെ അച്ഛൻ മകന് ഉപദേശിക്കും പോലെ, അല്ലെങ്കിൽ താൻ അറിഞ്ഞ കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തെ പോഷിപ്പിക്കുന്നതും ധരിക്കുന്നതും അങ്ങ് തന്നെയാണ്. പ്രാണൻ പോഷണശക്തിയാണ്, ജീവൻ ധാരണശക്തിയാണ്. അപ്പോൾ 2ആയിട്ട് അങ്ങ് ഇതിലൊക്കെ പ്രവേശിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ വിശ്വത്തെ നിലനിർത്തുന്നത് ഈ പോഷണ ധാരണ ശക്തികളെ കൊണ്ടാണ്. പ്രാണൻ ജീവൻ എന്നിങ്ങനെ 2ആയി അങ്ങ് പ്രവേശിച്ചിരിക്കുന്നു. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടം അദോക്ഷജ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജ പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാ പരസ്യതാഃ പാരതന്ത്ര്യാദ് വൈസാദൃശ്യാദ് ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതാം പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാ പരസ്യതാഃ പാരതന്ത്ര്യാദ് വൈസാദൃശ്യാദ് ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതാം. ഇവിടെ പലതരത്തിലുള്ളതായിട്ടുള്ള ശങ്കകൾ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിന് കാരണം പ്രജാപതികളാണ്, അല്ലേ? പ്രാണങ്ങളെ തന്നെയാണ് പല പ്രജാപതികളായിട്ടും പറയുന്നത്. അപ്പോൾ ആ പ്രാണശക്തികളാകുന്ന വിചിത്ര ശക്തികളാകുന്നു പ്രജാപതികളാണ്. ബ്രഹ്മദേവനും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ പ്രജാപതികളുമൊക്കെയാണ് ഈ ലോകത്തെ നിർമ്മിച്ചത്. അങ്ങനെ ഇരിക്കെ പരമേശ്വരനാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നതിനുള്ള ശങ്ക, ആ ശങ്കയെ പരിഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയഃ യാഃ താഃ പരസ്യ, താഃ പരസ്യ. പ്രാണാദീനാം വിശ്വസൃജാം യാഃ ശക്തയഃ, പ്രാണാദികളാകുന്ന വിശ്വസൃഷ്ടാക്കളുടെ ഏതേത് ശക്തികളുണ്ടോ താഹ പരസ്യ, അത് പരന്റെ ശക്തികളാകുന്നു. പരന്റെ, പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ, എല്ലാറ്റിനും മുകളിലിരിക്കുന്നവൻ്റെ ശക്തികളാകുന്നു. അപ്പോൾ പ്രാണാദികൾ ആണ് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ വ്യവഹരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി പ്രത്യക്ഷമായിട്ട് നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ പഞ്ചഭൂതങ്ങളും ആ പ്രാണശക്തിയും ജീവശക്തിയും എല്ലാം കൂടിയിട്ടാണ്. ഭൗതികമായി നമ്മൾ കാണുന്നവ പരസ്പരം കൂടിച്ചേർന്ന് എന്തൊക്കെയോ ആയിത്തീരുന്നു. അതൊക്കെ അവരല്ലേ, അവർ തന്നെത്താൻ സൃഷ്ടിക്കുകയല്ലേ എന്നാണെങ്കിൽ അവർക്കൊന്നും തന്നെത്താൻ സൃഷ്ടിക്കാനുള്ള ശക്തിയൊന്നും ഇല്ല. നമ്മൾ തൃതീയ സ്കന്ധത്തിൽ കണ്ടു.
ഇതിനെല്ലാം ഭഗവാൻ 24 തത്വങ്ങളെയും നിർമ്മിച്ചു വെച്ചു. അവരൊന്നും ഒന്നുകൂടാൻ പോലും ശക്തിയില്ലാതെ വ്യത്യസ്തമായി നിന്ന് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവരിലെല്ലാം അനുപ്രവേശിച്ചു, തൻ്റെ ശക്തിയെ അതിലൊക്കെ പകർന്നു കൊടുത്തു. അപ്പോഴാണ് അതെല്ലാം കൂടി ചേർന്ന് ഒരു അണ്ടമായി തീർന്നത്. അത് കഴിഞ്ഞ് ആ അണ്ടം വികസിക്കാതിരുന്നു. അപ്പോഴും എല്ലാവരും പ്രാർത്ഥിച്ചു. ഭഗവാൻ വീണ്ടും അണ്ടത്തിൽ പ്രവേശിച്ചു. ആ അണ്ടം വികസിച്ച് വിരാടായി തീർന്നു, വിശ്വമായി തീർന്നു. അപ്പോൾ ഈ ഇവയെല്ലാം നിർമ്മിച്ചത് പഞ്ചഭൂതങ്ങളെയും മറ്റ് തത്വങ്ങളെയും എല്ലാം 24 തത്വങ്ങളെയും നിർമ്മിച്ചത് ഭഗവാൻ. അവയ്ക്കൊക്കെ ശക്തി കൊടുത്തത്, പ്രാണാദി ശക്തികളെ, ജീവശക്തിയെ എല്ലാം പകർന്നു കൊടുത്തത് ഭഗവാനാകുന്നു. അപ്പോൾ പ്രാണാദികളാകുന്ന ഈ പറഞ്ഞ എലമെന്റ്സും ഒന്നുമല്ല, ഈ 24 തത്വങ്ങളല്ല ഈ വിശ്വത്തെ നിർമ്മിച്ചത്. ആ ശക്തി, അവർക്കുള്ള ശക്തികളെല്ലാം പരന്റേതാകുന്നു. ദ്വയോഹോ പാരതന്ത്ര്യാത് വൈസാദൃശ്യാത് ചേഷ്ടതാം ചേഷ്ടാ ഇവ. ഇവിടെ ദ്വയോഹോ എന്ന് പറയുമ്പോൾ പ്രകൃതി, പുരുഷൻ, മറ്റേ പ്രധാനം പ്രകൃതി എന്നൊക്കെ പറയുന്നതായിട്ട് രണ്ടിനും പാരതന്ത്ര്യാത്, അതിന് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും അസ്വാതന്ത്ര്യം കാരണമായിട്ടും, വൈസാദൃശ്യാത് സാദൃശ്യമില്ലായ്മ ഹേതുവായിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ജഡം, മറ്റൊന്ന് ജീവൻ എന്ന് പറയുമ്പോൾ ചൈതന്യമാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വയ്ക്കുന്നത് പരന്റെ ശക്തി തന്നെയാണ്. ജീവനും ജഡമായിരിക്കുന്ന ശരീരങ്ങളും, അഥവാ സ്ഥൂലമായിരിക്കുന്ന പഞ്ചഭൂതാദികളും, അതുപോലെ തന്നെ ജീവശക്തി അഥവാ പ്രാണശക്തി, അത് സൂക്ഷ്മങ്ങളാണ്. തമ്മിൽ രണ്ട് വ്യത്യസ്ത ധർമ്മങ്ങളാണ്. അതുകൊണ്ട് സാദൃശ്യമില്ല. ആ സാദൃശ്യമില്ലായ്മ ഹേതുവായിട്ടും ചേഷ്ടതാം ചേഷ്ടാ ഏവ, ഇവയ്ക്ക് ചേഷ്ടിക്കാൻ സ്വന്തമായിട്ട് കഴിവില്ല. ചേഷ്ടിക്കുന്നവരുടെ ചേഷ്ടയാണ് അവർക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. അപ്പം ആരാ ചേഷ്ടിക്കുന്നത്? ചേഷ്ടിക്കുന്നത് ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ. ആ ചൈതന്യമായിരിക്കുന്ന ഭഗവാന്റെ ചേഷ്ട തന്നെയാണ് ഇവരുടെയൊക്കെ ചേഷ്ട. ഈ പറഞ്ഞ പ്രകൃതി, ഈ പ്രപഞ്ച നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പരാപ്രകൃതിയാവട്ടെ അപരാപ്രകൃതിയാവട്ടെ, ഇത് രണ്ടിനെയും ചേഷ്ടിപ്പിക്കുന്നത്, രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്നതും, അതിലൂടെ സൃഷ്ടിയെ ചെയ്യുന്നതും, ആ സൃഷ്ടിയിലുള്ള സകല ജീവരാശികൾക്കും ചേഷ്ടിക്കാനുള്ള ശക്തി കൊടുക്കുന്നതും എല്ലാം ചേഷ്ടത എന്ന് പറയുന്നത് ആരുടെ സ്വഭാവമാണോ, ചേഷ്ടിക്കുന്നവരുടെ സ്വഭാവമാണത്. ചേഷ്ടിക്കുക എന്നുള്ളത് ഈശ്വരൻ്റെ ധർമ്മമാണ്, പരമാത്മാവിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഈശ്വരൻ തന്നെയാണ് എല്ലാറ്റിനെയും ചേഷ്ടിപ്പിക്കുന്നത്. ഒന്നും സ്വന്തം കഴിവുകൊണ്ട് ചേഷ്ടിക്കാൻ കഴിവുള്ളതല്ല. അചേതനവും ചേതനവും തമ്മിൽ കൂടിച്ചേരുന്നതിന് പുറകിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ ഭഗവാൻ ഈശ്വരൻ. ഈശ്വരൻ്റെ പ്രേരണ കൊണ്ടാണ് ഇതെല്ലാം ക്രിയ ചെയ്യാൻ, ക്രിയാശക്തി ഉള്ളതായി തീരുന്നത് എന്നാണ് ആശയം. അപ്പോൾ എല്ലാം മെറ്റീരിയലും അവയുടെ പ്രാണജീവ ശക്തികളും അവയൊക്കെ ചേഷ്ടിപ്പിക്കുന്ന ചൈതന്യവും ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും എന്നതിന് സംശയമൊന്നും വേണ്ട എന്ന് താല്പര്യം. കാന്തിസ്തേജ പ്രഭാസത്താ ചന്ദ്രാഗ്ന്യർഘ ഋക്ഷവിദ്യുതാം യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേഹേ വൃത്തിർഗന്ധോർത്തതോ ഭവാൻ. കാന്തിസ്തേജ പ്രഭാസത്താ ചന്ദ്രാഗ്ന്യർഘ ഋക്ഷവിദ്യുതാം യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ വൃത്തിർഗന്ധോർത്തതോ ഭവാൻ. ഇനി പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കൾക്കും അതതിൻ്റെ ധർമ്മമുണ്ട്. ഈ ധർമ്മം ആര് കൊടുത്തതാണ്? ധർമ്മമാണ് ആ വസ്തുവിനെ ധരിക്കുന്നത്.
അല്ലേ? ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്നത് അതിന്റെ ധർമ്മമാണ്. ആ ധർമ്മം ആര് കൊടുത്തതാണ്? ആരുടെ ധർമ്മമാണ്? അത് ഈശ്വരന്റെ ധർമ്മമാണ്. പരമാർത്ഥത്തിൽ എല്ലാം ഭവാനാണ് എന്നാണ്. അർത്ഥതോ ഭവാൻ. വാസ്തവം പറഞ്ഞ അങ്ങ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം. അതാണ് എണ്ണി എണ്ണി പറയണത്. കാന്തിഹി തേജഃ പ്രഭാ സത്ത. ആരുടെ? ചന്ദ്ര അഗ്നി അർക്ക ഋക്ഷ വിദ്യുതാം. ചന്ദ്രൻ അറിയാം നമുക്ക്, അഗ്നി അഗ്നിയാണ്, അർക്കൻ സൂര്യനാണ്, ഋക്ഷങ്ങൾ നക്ഷത്രങ്ങളാണ്, വിദ്യുത്ത് മിന്നലാണ്. അപ്പൊ ഇതെല്ലാം പ്രകാശിക്കുന്ന വസ്തുക്കളാണ്. അപ്പൊ ഈ പ്രകാശിക്കുന്ന വസ്തുക്കൾക്കൊക്കെ എന്തുണ്ട്? കാന്തിയുണ്ട്, തേജസ് ഉണ്ട്, പ്രഭയുണ്ട്. കാന്തി എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യമാണ്. തേജസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അവയുടെ പ്രഭ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ട്. സത്ത എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഉണ്മയും ഉണ്ട്. അപ്പോൾ ഈ ചന്ദ്രന്റെ സത്തയും ചന്ദ്രന്റെ പ്രഭയും ചന്ദ്രന്റെ തേജസ്സും ചന്ദ്രന്റെ കാന്തിയും, അഗ്നിയുടെ കാന്തിയും തേജസ്സും പ്രഭയും സത്തയും, സൂര്യന്റെ കാന്തിയും തേജസ്സും പ്രഭയും സത്തയും, വൃക്ഷങ്ങളുടെ അഥവാ നക്ഷത്രങ്ങളുടെ കാന്തി തേജസ് പ്രഭാ സത്ത, വിദ്യുത്തിന്റെ കാന്തി തേജസ് പ്രഭാ സത്ത, ഇതെല്ലാം ആരുടേതാണ്? അർത്ഥതഃ ഭവാൻ. ഇതൊക്കെ അങ്ങ് തന്നെയാണ് പരമാർത്ഥത്തിൽ. ഇത് ഭഗവാൻ ഗീതയിൽ അല്ലേ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ, 9-ാം അധ്യായത്തിൽ, അതുപോലെ 15-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിലൊക്കെ പറയും. ദിവ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതാനാം. അതുപോലെ പ്രഭാസ്മി ശശിസൂര്യയോഹോ, എങ്ങനെയൊക്കെ പറയുന്ന ശ്ലോകങ്ങൾ ഗീതയിൽ കേൾക്കാം. യഥാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേകിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. സൂര്യനിൽ ഏത് തേജസ്സുണ്ടോ, ചന്ദ്രനിൽ ഏത് തേജസ്സുണ്ടോ, അല്ലേ? യഥാദിത്യഗതം തേജഃ ജഗദ്ഭാസയതേ അഖിലം. അഖിലം ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനിലുള്ള തേജസ്. യച്ചന്ദ്രമസി, ചന്ദ്രനിൽ എന്ത് തേജസ്സുണ്ടോ, യച്ച അഗ്നൗ, അഗ്നിയിൽ എന്ത് തേജസ്സുണ്ടോ, തത്തേജോ വിദ്ധി മാമകം. ആ തേജസ്സെല്ലാം എന്റേതാണെന്ന് അറിഞ്ഞാലും എന്നെ പ്രതിഫലിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സ്വയം പ്രകാശിക്കാനുള്ള ശക്തി ഇല്ല. തസ്യ ഭാസ സർവമിദം വിഭാതി ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ബാന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. അപ്പോൾ ആ വേദമന്ത്രങ്ങളുടെയൊക്കെ സാരമാണ് ഇവിടെ ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കാന്തിസ്തേജ പ്രഭാസത്ത ചന്ദ്രാഗ്നി അർക്ക ഋക്ഷ വിദ്യുതാം. അതുപോലെ യത് സ്ഥൈര്യം ഭൂഭൃതാം. ഭൂഭൃതാം സ്ഥൈര്യം. ഭൂഭൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ. പർവ്വതങ്ങളുടെ സ്വഭാവമാണ് ആ സ്ഥിരത, ദൃഢത, അചഞ്ചലത, അല്ലേ? പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കൺസെപ്റ്റ് സ്ഥിരമായത്, അജം, അകം, ഗമിക്കാത്തത് നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പർവ്വതങ്ങളുടെ സ്ഥിര ആ ദാർഢ്യം ഇത് ഭഗവാന്റേതാണ്. ഭൂമേർ വൃത്തിഹി ഗന്ധഃ. ഭൂമിയുടെ വൃത്തിയായ ഗന്ധം, ഭൂമിയുടെ ധർമ്മമാണ് ഗന്ധം. ആ ഭൂമിയുടെ ഗന്ധവും അതെല്ലാം അർത്ഥതഃ ഭവാൻ, പരമാർത്ഥത്തിൽ അങ്ങു തന്നെയാകുന്നു. ഇതെല്ലാം സൂര്യന്റെയും ചന്ദ്രന്റെയും അസ്തിത്വവും അവയുടെ പ്രകാശവും കാന്തിയും എല്ലാം അങ്ങാണ്. പർവ്വതത്തിന്റെ അസ്തിത്വവും അവയുടെ സ്ഥിരതയും അങ്ങ് തന്നെയാണ്. ഭൂമിയുടെ ഗന്ധവും ഭൂമിയുടെ അസ്തിത്വവും അങ്ങ് തന്നെയാണ്. പരമാർത്ഥതഃ ഭവാൻ. അപ്പോൾ കാണുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും പരമാത്മാവായ അങ്ങ് തന്നെയാണെന്ന് കൃഷ്ണനെ നോക്കിക്കൊണ്ട്
വസുദേവർ പറയുകയാണ്. തർപ്പണം പ്രാണനമപാം ദേവ ത്വം താശ്ച തദ്രസഃ ഓജസ്സഹോ ബലം ചേഷ്ടാ ഗതിർവായോസ്തവേശ്വര. തർപ്പണം പ്രാണനം അപാം ദേവ ത്വം താശ്ച തദ്രസഃ ഓജസ്സഹോ ബലം ചേഷ്ടാ ഗതിർവായോസ്തവേശ്വര. നമ്മൾ തൃതീയ സ്കന്ധത്തിൽ പല പ്രാവശ്യം ഈ പ്രപഞ്ച നിർമ്മിതിയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലും കപിലോപദേശത്തിലുമൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ് വിസ്തരിച്ച്, അല്ലേ? അവിടെ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്, ഇതെല്ലാം ഭഗവാന്റെ ശക്തി കൊണ്ട് വ്യാപിച്ചാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ അവിടെ പഠിച്ചു. ഇവിടെ തിരിച്ച് വസുദേവർ എന്ന ഒരു ശിഷ്യൻ, വിദ്യാർത്ഥി, ഒരു ഗുരുവിനോട് താൻ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തിരിച്ചു പറയുകയാണ്. ഇപ്പോൾ ഭാഗവതം കേട്ടുകഴിഞ്ഞ് നമ്മളും ഓരോരുത്തരും തൃതീയ സ്കന്ധത്തിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റുപറയാറാവണം. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു റിവിഷൻ, അന്ന് പഠിച്ചതിൻ്റെ ഒരു റിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ പറയണത്? ഹേ ദേവാ, അല്ലയോ പലതായി ലീല ചെയ്യുന്ന ഭഗവാനെ, എല്ലാമായി പ്രകാശിക്കുന്നവനെ, തർപ്പണം പ്രാണനം അപാം ത്വം താശ്ച തദ്രസഃ. അപ്പോൾ അപാം എന്ന് പറഞ്ഞാൽ അപ്പുകളുടെ, വെള്ളങ്ങളുടെ, വെള്ളത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? തർപ്പണം പ്രാണനം. തർപ്പണം പ്രാണനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള സാമർഥ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാനും നമുക്ക് തൃപ്തി വരുത്താനുമുള്ള സാമർഥ്യം ജലത്തിനുണ്ട്. ജലം കൊണ്ടാണ് നമ്മൾ തർപ്പണം ചെയ്യുന്നത്, അല്ലേ? തൃപ്തിപ്പെടുത്തുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് പറയും നമ്മൾ. അതുപോലെ പ്രാണനം എന്ന് പറഞ്ഞാലോ ചലിപ്പിക്കാനുള്ള സാമർഥ്യം. ഒരാൾ ബോധം കെട്ട് വീണാൽ ഇത്തിരി വെള്ളം എടുത്ത് മുഖത്ത് തളിച്ചാൽ അയാൾ അനങ്ങും. ശരീരത്തിൻ്റെ അകത്തേക്കും കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ അയാൾ ചലിക്കാൻ ശക്തി ഉണ്ടാവും, എനർജി വരും. അപ്പോൾ തൃപ്തിപ്പെടുത്താനും ചലിപ്പിക്കുവാനും ഉള്ളതായിട്ടുള്ള സാമർഥ്യം, എനർജി ഈ വെള്ളത്തിൽ ഉണ്ട്. അത് ആരുടെയാണ്? അത് അങ്ങയുടെ തന്നെയാണ്. അതുപോലെ തന്നെ താഹ തദ്രസഃ, ആ വെള്ളങ്ങളും അതിൻ്റെ രസങ്ങളും, അതിൻ്റെ രസവും, വെള്ളത്തിൻ്റെ ആ രസം, ടേസ്റ്റ്, അതും എന്താണ്? ജലത്തിൻ്റെ പ്രത്യേക തന്മാത്രയാണ് രസം എന്നുള്ളത്. രസതന്മാത്രയാണ്. ആ രസം മധുരമാണ്, വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രസം. പഞ്ചസാരയുടെ മധുരമല്ല, അതിൻ്റേതായിട്ടുള്ളൊരു മധുരം. അപ്പോൾ ആ രസവും ഈ വെള്ളവുമെല്ലാം ത്വം ദേവ ത്വം താശ്ച തദ്രസ. അവിടെ ത്വം അങ്ങ് തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും, ആ വെള്ളവും അതിൻ്റെ രസവും അങ്ങ് തന്നെയാണ്. ത്വം ഓജഃ സഹഃ ബലം ചേഷ്ട വായോഹോ ഗതിഃ ഈശ്വര തവ. ഹേ ഈശ്വര തവ ഏവ, അങ്ങയുടേതാണ്. വായുവിൻ്റേതായി പറയപ്പെടുന്നതെല്ലാം വായുവിൻ്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ വായുവിനാണ് ഈ കഴിവൊക്കെ ഉള്ളത്. ഓജഃ, നമുക്ക് പ്രാണബലം കൊണ്ട് ഇന്ദ്രിയ ബലം ഉണ്ടാകുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശന്ന് കണ്ണ് കാണാതെയാവും, ഓജസ് നഷ്ടപ്പെടും. അപ്പോൾ ഓജസ് അഥവാ ഇന്ദ്രിയബലം. സഹഃ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ, അന്ധകരണത്തിൻ്റെ സ്ഥൈര്യം, സഹസ്. അതുപോലെ തന്നെ ചേഷ്ട ബലം, ശരീരത്തിൻ്റെതായിട്ടുള്ള കായികമായിട്ടുള്ള ബലം, അതും പ്രാണശക്തിയാണ്. ചേഷ്ട, നമുക്ക് ചേഷ്ടിക്കാനുള്ള, വ്യാപാരം ചെയ്യാനുള്ള, വ്യവഹരിക്കാനുള്ള സാമർഥ്യം. അതുപോലെ ഗതി എന്ന് പറഞ്ഞാൽ ചലനശക്തി. ഇതൊക്കെ വായുവിൻ്റേതായിട്ട് പറയും, വായോഹോ എന്ന്. എന്നാൽ ഹേ ഈശ്വര, പരമാർത്ഥത്തിൽ അർത്ഥതഃ തവയേവ ആണ്. തവേശ്വര, ഹേ ഈശ്വര, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായ അങ്ങയുടേതാണ് ഈ വായുവിൻ്റെ ഈ ശക്തികളെല്ലാം. ഓജസ്സും സഹസ്സും ബലവും ചേഷ്ടയും ഗതിയും വായുവിൻ്റേതാണെന്ന് പറയുമെങ്കിലും വായു വെറും ബിനാമിയാണ്. വായുവിന് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അങ്ങാണ്.
വായു മാനേജറാണ്, അങ്ങാണ് ഉടമസ്ഥൻ. അല്ലേ? ഏതെങ്കിലും വലിയ ഉടമസ്ഥന്മാരുടെ സ്ഥാപനങ്ങളിൽ, ബ്രാഞ്ചുകളിൽ മാനേജർമാരുണ്ടാവും. അവർ എപ്പോഴും ഭാവിക്കുക അവരാണ് അതിൻ്റെ ഉടമസ്ഥന്മാരെന്ന മട്ടിലാണ് മറ്റുള്ളവരോടൊക്കെ പെരുമാറുക. അപ്പോൾ കാണുന്നവരൊക്കെ വിചാരിക്കും ഇദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാം, ഇദ്ദേഹമാണ് ഇവിടുത്തെ ബോസ്. പക്ഷേ ഒറിജിനൽ ഉടമസ്ഥൻ വരുമ്പോൾ ഇദ്ദേഹം പത്തി മടക്കുന്നത് കാണാം. വളരെ വിനയാന്വിതനായി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് കാണാം. അല്ലേ? അപ്പം അതുപോലെയാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. ഈ വായുവിൻ്റെ ശക്തിയായി, അഗ്നിയുടെ ശക്തിയായി, സൂര്യചന്ദ്രന്മാരുടെ ശക്തിയായി, ജലത്തിൻ്റെ ശക്തിയായി, പർവ്വതത്തിൻ്റെ ശക്തിയായി ഒക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നു. അതിൻ്റെയൊക്കെ മഹത്വമാണെന്ന് കരുതുകയാണ്. വാസ്തവത്തിൽ ആരാണ് ഇതിനൊക്കെ ഈ മഹത്വം കൊടുത്തത്? ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. ഇവർക്ക് ഇതെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇവയെല്ലാം നിലനിർത്തുന്ന ഒരാൾ. അയാളാണ് യഥാർത്ഥ ബോസ്. അയാളെയാണ് ഈശ്വരൻ, പരമേശ്വരൻ. തവ ഈശ്വര, ഇതെല്ലാം അങ്ങയുടേതാണ് ഭഗവാനേ. ദിശാം ത്വം അവകാശോസി ദിശഃ കം സ്ഫോട ആശ്രയഃ നാദോ വർണ്ണസ്ത്വമോങ്കാരഃ ആകൃതീനാം പൃഥക്കൃതിഃ. ദിശാം ത്വമവകാശോസി ദിശഃ സ്ഫോട ആശ്രയഃ നാദോ വർണ്ണസ്ത്വമോങ്കാരഃ ആകൃതീനാം പൃഥക്കൃതിഃ. അപ്പോ ദിശാം അവകാശഃ, ദിശഃ ഖം, ആശ്രയഃ സ്ഫോടഃ, നാദഃ വർണ്ണഃ ഓങ്കാരഃ ആകൃതീനാം പൃഥക്കൃതിഃ. എല്ലാം ത്വമേവ. അപ്പോൾ ദിശാം അവകാശഃ, ദിശാം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ, അവകാശം എന്ന് പറഞ്ഞാൽ അവയുടെ മറ്റുള്ള വസ്തുക്കൾക്ക് ഇരിക്കാൻ കൊടുക്കുന്ന ആ സ്പേസ്, എല്ലാറ്റിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ദിക്കുകൾക്ക്. അപ്പം ദിക്കുകളുടെ ആ അവകാശം അഥവാ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാമർഥ്യം ആരാണ്? ത്വമസി, ത്വമവകാശോസി, ദിശാം അവകാശഃ ത്വമസി. ദിക്കുകൾക്ക് ആ സ്പേസ് കൊടുക്കുന്നത് അങ്ങാണ്. ദിക്കുകളുടെ ധർമ്മമാണ് സ്പേസ്. ദിശഃ ഖം ആശ്രയഃ സ്ഫോടഃ നാദഃ. ആ ദിക്കുകളും അങ്ങ് തന്നെയാണ്. ദിശഃ ത്വം, ഖം ത്വം. ഖം എന്നാൽ ആകാശം, ആകാശവും അങ്ങ് തന്നെയാണ്. ആശ്രയഃ സ്ഫോടഃ, ആ ദിക്കിനെ അഥവാ ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഫോടം എന്ന് പറഞ്ഞാൽ ശബ്ദം. ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്രയും ശബ്ദമെന്ന ഗുണവും അങ്ങ് തന്നെയാണ്. നാദഃ, ആ ആകാശത്തിലുണ്ടാകുന്ന നാദവും, വർണ്ണഃ അക്ഷരവും. അല്ലേ? നമുക്ക് അക്ഷരങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നത് ശബ്ദത്തിലൂടെയാണ്. അപ്പൊ ശബ്ദം തന്നെയാണ് അക്ഷരരൂപത്തിലും പ്രകടമാകുന്നത്. അപ്പൊ അക്ഷരവും, ആ എല്ലാ അക്ഷരങ്ങളും എവിടുന്ന് ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു, എവിടെ നിലനിൽക്കുന്നു, അതാണ് ഓംകാരം. ഓം എന്ന ആ പ്രണവനാദത്തിൽ എല്ലാ ശബ്ദങ്ങളും എല്ലാ അക്ഷരങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഓംകാരവും അങ്ങ് തന്നെയാണ്, പ്രണവവും അങ്ങ് തന്നെ. ആകൃതീനാം പൃഥക്കൃതിഃ ത്വം, എല്ലാ രൂപങ്ങളുടെയും പൃഥക്ക് ആയിരിക്കുന്ന, വേറെ വേറെ ആയിരിക്കുന്ന അവസ്ഥ, അവയുടെയൊക്കെ നാമം, എല്ലാം നാമവും രൂപവും ത്വം അങ്ങ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും നാമവും രൂപവും അങ്ങ് തന്നെയാണ്. അപ്പൊ എന്ത് കണ്ടാലും ഏത് പേര് വിളിച്ചാലും ഭഗവാന്റെ നാമമാണെന്ന് ഓർമ്മയോടുകൂടി വിളിക്കാം നമുക്ക്. ഭഗവാന് സഹസ്രനാമം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും നാമങ്ങളൊക്കെ ഭഗവാന്റെ നാമമാണ്.
ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിലിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് വേദങ്ങളിൽ പറഞ്ഞ ആകാശത്തെയും ഭൂമിയെയും ജലത്തെയും പൃഥ്വിയെയും വായുവിനെയൊക്കെ ഈശ്വരനായിട്ട് കാണുന്നത്. അവയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലേ, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, അല്ലയോ വായോ അങ്ങേക്ക് നമസ്കാരം, അങ്ങ് തന്നെയാകുന്നു പ്രത്യക്ഷ ബ്രഹ്മം ഈശ്വരൻ. അപ്പൊ അതുപോലെ വായുവിനോട് മാത്രമല്ല, എന്ത് കണ്ടാലും അതിനോടൊക്കെ പറയാം. ഏത് വൃക്ഷങ്ങളെ നോക്കിയിട്ടും പറയാം, അല്ലയോ അല്ലേ തെങ്ങേ നിനക്ക് നമസ്കാരം, നീ തന്നെ പ്രത്യക്ഷമായിരിക്കുന്ന നാരായണൻ. അല്ലയോ മാവേ, നീ തന്നെ പ്രത്യക്ഷ രൂപത്തിലിരിക്കുന്ന നാരായണൻ, നിനക്ക് നമസ്കാരം. ഇങ്ങനെ എല്ലാ അല്ലെ, സൂര്യനെ നോക്കി നാരായണനായിട്ട് നമസ്കരിക്കുന്നില്ലേ, ചന്ദ്രനെ നോക്കി നമസ്കരിക്കുന്നില്ലേ? ഇതേപോലെ പ്രത്യക്ഷനായിരിക്കുന്ന ഏത് രൂപത്തെയും ഭഗവാന്റെ പ്രത്യക്ഷ ഭാവമായി കണ്ട് നമസ്കരിക്കാം. അതാണ് സർവാത്മഭാവം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. എല്ലാം നാരായണന്റെ മാനിഫെസ്റ്റേഷനായി കാണാൻ കഴിയണം. നാരായണൻ ഇൻ ദ ഫോം ഓഫ് എ മൗണ്ടെയിൻ, നാരായണൻ ഇൻ ദ ഫോം ഓഫ് എ ട്രീ, നാരായണൻ ഇൻ ദ ഫോം ഓഫ് എ റിവർ, നാരായണൻ ഇൻ ദ ഫോം ഓഫ് എവ്രിതിങ്. ഇങ്ങനെ കാണാൻ കഴിയണം. അപ്പോൾ ആകൃതീനാം പൃഥകൃതി, എല്ലാ ആകൃതികൾക്കും വ്യത്യസ്തമായ രൂപം കൊടുക്കുന്നത് അങ്ങ് തന്നെ. അപ്പം ഇങ്ങനെ ഭഗവാനെ ഒരു സ്തുതിക്കും പോലെ തന്നെ ഉള്ള ഭാവമാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം തുടരാം.